നമസ്കാരം, സുബിലാണ്. ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വരുന്നത് IT സ്റ്റാർട്ടപ്സ് ആണ്. ഒരുപക്ഷെ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ കൂട്ടി പോകുന്നതും അതേ IT സ്റ്റാർട്ടപ്സ് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ IT സ്റ്റാർട്ടപ്സ് ഫെയിൽ ആകുന്നത്? അത് കൂടാതെ എങ്ങനെ ഒരു IT കമ്പനി പ്രോഫിറ്റബിൾ ആക്കാനായിട്ട് സാധിക്കും? ഈ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. വാച്ചോ. ഫസ്റ്റ് ടോപ്പിക്, എന്തുകൊണ്ടാണ് IT കമ്പനീസ് മോസ്റ്റ്ലി ഫെയിൽ ആകുന്നത്? അതിന് മെയിൻ ആയിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. ആദ്യത്തേത് ലാക്ക് ഓഫ് ഫോക്കസ്. എവിടെയാണ് ഈ IT സ്റ്റാർട്ടപ്പ് ഫോക്കസ് ചെയ്യേണ്ടത്? ഇതിൽ പലപ്പോഴും വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടാവാറില്ല. എന്താണ് ഈ ഫോക്കസ്? IT എന്ന് പറയുന്ന ആ 2 അക്ഷരത്തിൽ കിടക്കുന്നത് വലിയ ഒരു സമുദ്രം പോലെ കിടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ്. ഇതിനകത്ത് ഒരു IT കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഏത് IT കമ്പനി എടുത്താൽ പോലും ഇവിടെ നമ്മളുടെ പല സ്റ്റാർട്ടപ്സിലും വളരെ ലിമിറ്റഡ് മാൻ പവേഴ്സ് ആണ്. ഫൗണ്ടേഴ്സ് ആണ് മോസ്റ്റ്ലി ഇനീഷ്യലി വർക്ക് ചെയ്യുന്നത്. ഇൻവെസ്റ്റിംഗ് ക്യാപിറ്റൽ കുറവായിരിക്കും, നമ്പർ ഓഫ് എംപ്ലോയീസ് കുറവായിരിക്കും, ടെക്നോളജി എക്സ്പെർട്ടീസ് കുറവായിരിക്കും. ഈ സമയത്ത് എന്ത് പ്രൊജക്റ്റും ചെയ്യുന്നതിന്റെ പിന്നാലെയാണ് പലപ്പോഴും പല സ്റ്റാർട്ടപ്സ്. പക്ഷേ ഇവിടെ അവർക്ക് നഷ്ടപ്പെടുന്ന ഫോക്കസ് ആണ്. ഫോക്കസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ IT-യിൽ ഏത് ടെക്നോളജിയാണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്? വെബ് ടെക്നോളജിയാണോ, ആപ്പ് ടെക്നോളജിയാണോ, ഇനി അത് രണ്ടും കൂടിയാണെങ്കിൽ തന്നെ അതിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ് നിങ്ങൾ? അത് ഓൾഡ് ഒബ്സലീറ്റ് ആയിട്ടുള്ള ടെക്നോളജി ആണോ, അത് ലേറ്റസ്റ്റ് ഇപ്പോൾ റൺ ചെയ്യുന്ന ടെക്നോളജീസ് ആണോ, മാർക്കറ്റിൽ ഡിമാൻഡുള്ള ടെക്നോളജീസ് ആണോ, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടെക്നോളജീസ് ആണോ? അത് കഴിഞ്ഞ് ഈ പ്രൊഡക്റ്റ് എന്താണ്? ഏത് ടാർഗറ്റ് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യുന്നത്? ഇതിന്റെ കസ്റ്റമേഴ്സ് ആരാണ് നിങ്ങളുടെ പേയിങ് ക്ലയൻസ് ആകാൻ പോകാൻ ചാൻസ് ഉള്ളത്? ആ ഇൻഡസ്ട്രിയുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ? അതിന്റെ ഇൻസൈറ്റ്സ് അറിയാമോ? അതിനെയാണോ നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ആക്കി കൊണ്ടുവരാൻ പോകുന്നത്? ആ പ്രൊഡക്റ്റ് ആർക്കാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇങ്ങനെ ക്ലിയർ ആയിട്ട് ഫോക്കസ് ഇല്ലാതെ വരുന്ന സമയത്ത് ആരാണ് ഒരു കമ്പനിയുടെ പേയിങ് കസ്റ്റമർ ആകാൻ പോകുന്നത് എന്ന് കമ്പനിക്ക് അറിയാതെ പോകും. അപ്പൊ ഇത്രയും ക്ലിയർ ലേസർ ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു IT കമ്പനിക്ക് ശരിക്കും പറഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുക. ഇനി രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ എൻഡ് യൂസർ ആരാണ്? ഇപ്പൊ നമ്മുടെ ക്ലയന്റിന് വേണ്ടിയിട്ടാണ് ഒരു പ്രൊജക്ട് ചെയ്യുന്നതെങ്കിൽ, നമ്മുടെ സർവീസ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ തന്നെ ഒരു ക്ലയന്റിന് വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ആരാണ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ പോകുന്നത്? അവരുടെ സൈക്കോളജി അറിഞ്ഞിരിക്കേണ്ടത് ഭയങ്കര ആവശ്യമാണ്. ആ പ്രൊഡക്റ്റിന്റെ ഓരോ ടച്ച് പോയിന്റിലും എങ്ങനെയാണ് ഡിസൈൻ, കണ്ടന്റ് എല്ലാം പ്ലേസ് ചെയ്യേണ്ടത്, ഒരു കസ്റ്റമറെ ഏത് ജേർണിയിലൂടെ കൊണ്ടുപോകണം, ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ ഒരു IT കമ്പനിക്ക് അറിയേണ്ടത് ഭയങ്കര ആവശ്യമാണ്. കാരണം ഒരു IT കമ്പനി ക്ലയന്റ് ആയിട്ട് വരുന്ന ആൾക്ക് അവരുടെ റിക്വയർമെന്റ് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. പക്ഷേ ഈ മൈക്രോ ലെവൽ സൈക്കോളജി യൂസ് ചെയ്തിട്ട് ഒരു കസ്റ്റമറെ കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ IT കമ്പനിക്ക് തീർച്ചയായിട്ടും പ്രാവീണ്യം ഭയങ്കര ആവശ്യമാണ്. അവിടെ പല IT കമ്പനീസും ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ചിന്തിക്കാതെ തന്നെ പോകുന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. മൂന്നാമത്തെ പോയിന്റ്, ഒരു സോഫ്റ്റ്വെയറും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡയറക്റ്റ് പ്രൊഡക്റ്റ് അല്ല. എക്സെപ്ഷൻസ് ഉണ്ടായിരിക്കാം, പക്ഷേ മോസ്റ്റ് ഓഫ് ദി കേസസ്, മോർ ദാൻ 90% ഓഫ് ദി കേസസ് IT പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇസ് എ സപ്പോർട്ടിംഗ് സർവീസ്. യു ടേക്ക് ആമസോൺ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്, സെല്ലേഴ്സിന് കസ്റ്റമേഴ്സിലേക്ക് എത്താനുള്ള ഒരു ചാനലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫേസ്ബുക്ക് ചെയ്യുന്നത് ആൾക്കാരുടെ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഫേസ്ബുക്ക്. യു ടേക്ക് ഗൂഗിൾ ഈസ് ഗിവിംഗ് ഇൻഫർമേഷൻ, ബട്ട് ഗൂഗിൾ ഈസ് ഡയറക്ട്ലി നോട്ട് എ പ്രൊഡക്റ്റ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ഇൻഫർമേഷൻ there is no use of Google. Without people, there is no use of Facebook. Without sellers or customers, there is no use of Amazon. ഇതുപോലെയാണ് പല സോഫ്റ്റ്വെയറുകളും. നമ്മുടെ അടുത്ത് വരുന്ന അല്ലെങ്കിൽ ഒരു IT കമ്പനിയുടെ അടുത്ത് വരുന്ന എല്ലാ കസ്റ്റമേഴ്സിനും വേണ്ടത് അവരുടെ ബിസിനസ് ഇനേബിൾ ചെയ്യുന്ന ഒരു സൊല്യൂഷനാണ്. അതായത് നമ്മൾ കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അവർക്ക് ബിസിനസ് വളർത്താനായിട്ട് സാധിക്കണം. പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മുടെ ക്ലയന്റ് ആയിട്ട് വരുന്ന ആളുടെ അവർ പറയുന്ന സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് പേയ്മെന്റ് വാങ്ങി ഡീൽ ക്ലോസ് ചെയ്യും. ദാറ്റ് ഇസ് എ റോങ് വേ. ബിക്കോസ് ആ ക്ലയന്റിന് ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് റവന്യൂ വന്നാൽ മാത്രമേ ആ ഇൻവെസ്റ്റ്മെന്റിന് ഒരു ഗുണമുള്ളൂ. രണ്ട്, അങ്ങനെ ഒരു സക്സസ് സ്റ്റോറി ആ ക്ലയന്റിന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് ബെനിഫിറ്റ് IT കമ്പനിക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഈ 3 പോയിന്റും ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും പല IT കമ്പനീസും ഫെയിൽ ആകുന്നത്. ഇത് അല്ലാതെ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും, പക്ഷെ ഏറ്റവും മെയിൻ ആയിട്ട് ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു IT കമ്പനിക്ക് പ്രോഗ്രസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നമ്മളോട് രണ്ടാമത്തെ ടോപ്പിക്, എന്തുകൊണ്ടാണ് IT എന്ന് പറയുന്നത് വളരെ നല്ലൊരു ബിസിനസ് മോഡലായിട്ട് ഞാൻ പേഴ്സണലി കരുതുന്നതും എങ്ങനെയാണ് അതിനകത്ത് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നത്?
ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് രണ്ട് രീതിയിൽ IT കമ്പനീസിനെ ഡിവൈഡ് ചെയ്യാം. ഒന്ന് സർവീസ് ഇൻഡസ്ട്രി, ഒന്ന് പ്രൊഡക്റ്റ് ബേസ്ഡ് ഇൻഡസ്ട്രി. സർവീസ് ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു നല്ല പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കുന്നതിന് ഇനീഷ്യൽ അഡ്വാൻസ് വാങ്ങാനായിട്ട് സാധിക്കും. പ്ലസ് അതിന്റെ ഒരു AMC മോഡൽ, മെയിൻ്റനൻസ് ക്ലയന്റിൽ നിന്ന് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വാങ്ങാൻ സാധിക്കും. വൺ ടൈം സെയിൽസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അത് ഒരു നല്ല ബിസിനസ് മോഡൽ അല്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു വൺ ടൈം കോസ്റ്റ് പറയുന്നത് വലിയൊരു എമൗണ്ട് ആയിരിക്കും. ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അത്രയും ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സിൽ ആ റേറ്റ് കുറഞ്ഞു വരികയും അവസാനം നിങ്ങൾ ലോക്ക് ചെയ്യുന്ന എമൗണ്ടിൽ ഈ IT കമ്പനിക്ക് അത് വെർത്ത് അല്ലാതെ പോവുകയും ചെയ്യുന്നു. സോ ദേ കോംപ്രമൈസ് ഓൺ ദി ക്വാളിറ്റി. ഈ ക്വാളിറ്റി കോംപ്രമൈസ് ആകുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിന്റെ എൻഡ് റിസൾട്ടും കോംപ്രമൈസ് ആവും. നൗ ദർ ഇസ് എ പ്രോബ്ലം. ബട്ട് ആ ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഒരു മിനിമം ഇനീഷ്യൽ കോസ്റ്റിൽ ആ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട് പിന്നെ ലോങ് ടൈമിലേക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലോ അല്ലെങ്കിൽ AMC മോഡലോ വെക്കുകയാണെങ്കിൽ ക്ലയന്റിനെ സംബന്ധിച്ചിട്ടും അത് വളരെ യൂസ്ഫുൾ ആണ്. IT കമ്പനി സംബന്ധിച്ചും റെക്കറിംഗ് പേയ്മെന്റ് വരുന്ന ഒരു മോഡലാണ്. ഇനി പ്രൊഡക്റ്റ് ബേസ്ഡ് ആയിട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ല മോഡലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള പ്രൊഡക്റ്റ് ബേസ്ഡ് ആണ്. ബിക്കോസ് the entire company is working on a single product. So every day ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി അതുപോലെ പെർഫോമൻസ് ബെറ്റർ ആയിക്കൊണ്ടിരിക്കും. രണ്ടാമത്തത്, ഈ ഒരു പ്രൊഡക്റ്റ് എപ്പോഴും ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരിക്കണം. സോ അങ്ങനെ ഒരു ഇൻഡസ്ട്രി അവിടെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു മാർക്കറ്റ് അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പ്രൊഡക്റ്റ് കൊണ്ട് ഗുണം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും കസ്റ്റമർ ഉണ്ട്. ഇനി ഈ കസ്റ്റമറിലേക്ക് പ്രൊഡക്റ്റ് എത്തിച്ചാൽ മാത്രം മതി, അവരത് ഉപയോഗിക്കുന്നുണ്ട് എന്നും അവർക്ക് ഇതിൽ നിന്ന് റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നും എൻഷുർ ചെയ്താൽ മതി. ഈ റിട്ടേൺ കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന പ്രോസസ്സിൽ ടെക്നിക്കൽ ടീം വർക്ക് ചെയ്യുന്നു, മാർക്കറ്റിംഗ് ടീം അതിൽ കൂടുതൽ കസ്റ്റമേഴ്സിന് കൊണ്ടുവരാനായിട്ട് വർക്ക് ചെയ്യുന്നു. നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ, ഒരു പ്രൊഡക്റ്റിന് ഒരു മാസം 1000 രൂപ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഫീസ് വെച്ച് ഒരു മാസം വെറും 20 ക്ലയന്റിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, അതായത് വെറും 20,000 രൂപ ഒരു മാസം കൊണ്ടുവരാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ഓൺ സബ്സ്ക്രിപ്ഷൻ ബേസിസ് 1 ഇയർ ഡൗൺ ദി ലൈൻ ഈ ഒരു പ്രൊഡക്റ്റിന്റെ മുകളിൽ ആ IT കമ്പനിയിലേക്ക് വരുന്ന എമൗണ്ട് ഈസ് ഓൾമോസ്റ്റ് ബിറ്റ്വീൻ 18 lakhs to 20 lakhs. ഒരു ഓവറോൾ ഈ കമ്പനി ഏൺ ചെയ്യുന്ന, ഒരു പ്രൊഡക്റ്റിൽ ഏൺ ചെയ്യുന്ന എമൗണ്ട് ആണിത്. പ്ലസ് അറ്റ് ദി എൻഡ് ഓഫ് ഫസ്റ്റ് ഇയർ എല്ലാ മാസവും അവർ ഒരു 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് മന്ത്ലി ഏൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എവറി മന്ത് ഇറ്റ് ഈസ് ഇൻക്രീസിംഗ് ബൈ 20K. സോ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ഇത്. ഞാൻ വളരെ ചെറിയൊരു നമ്പറാണ് പറഞ്ഞത്, 20 കസ്റ്റമേഴ്സ് ഇൻ എ മന്ത്. നല്ല പ്രൊഡക്റ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു മാസം 200-300 കസ്റ്റമേഴ്സിനെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ ആ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിക്ക് ആ ഒറ്റ പ്രൊഡക്റ്റിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന റവന്യൂ എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അത് പലപ്പോഴും കണക്ക് കൂടാതെയാണ് പല IT കമ്പനീസും ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ എനിക്കിവിടെ പറയാനുള്ളത്, നിങ്ങൾ IT കമ്പനിയിലാണ്, നിങ്ങൾ ഒരു IT സ്റ്റാർട്ടപ്പ് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച്, എല്ലാം ചെയ്യാൻ ആർക്കും സാധിക്കില്ല, നിങ്ങളും ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് ആയിരുന്നു കഴിഞ്ഞാൽ വേൾഡ് ഈസ് സോ ബിഗ്. അവിടെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട കസ്റ്റമേഴ്സ് നിങ്ങളെ തേടിയെത്തും. നിങ്ങൾക്ക് നല്ല റവന്യൂ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെ നല്ലൊരു പ്രൊഡക്റ്റ് ഐഡന്റിഫൈ ചെയ്യണം, നല്ലൊരു ഐഡിയ ഐഡന്റിഫൈ ചെയ്യണം, അതെങ്ങനെ മാർക്കറ്റ് ഇവാലുവേഷൻ നടത്തണം, എങ്ങനെ ആൾക്കാരിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണം, ഓട്ടോമേറ്റഡ് ആയിട്ട് അതിന്റെ പ്രോഗ്രസീവ് സെയിൽസ് എങ്ങനെ നടത്താം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ ബിസിനസ് ഓട്ടോമേഷൻ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. സോ ഇതുപോലുള്ള ടിപ്സ് ഇനിയും വരുന്നതാണ്. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you, Subila. Do great business and have a nice day.